ഇനി ജാവാസ്ക്രിപ്റ്റിന്റെ അടുത്ത ഫീച്ചറാണ് ക്ലയന്റ് ആൻഡ് സെർവർ സൈഡ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ക്ലയന്റ് ആൻഡ് സെർവർ സൈഡ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലയന്റ് സൈഡ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ വലിയ ഒരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാന്ന് വിചാരിക്കുക. വെബ്സൈറ്റ് അല്ല, വെബ് ആപ്ലിക്കേഷൻ. ഓക്കെ, വെബ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഫോട്ടോ എഡിറ്റിംഗ്, അതുപോലെ തന്നെ മ്യൂസിക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ ചാറ്റ് GPT, ഇതൊക്കെ വെബ് ആപ്ലിക്കേഷൻസ് ആണ്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചാറ്റ് GPT ഒക്കെ നമുക്ക് റൺ ചെയ്യണമെങ്കിൽ ഹെവി ആയിട്ടുള്ള സിസ്റ്റം വേണം. നല്ല സിസ്റ്റം റിക്വയർമെന്റ്സും നല്ല രീതിയിൽ നമ്മുടെ ഗ്രാഫിക്സ് കാർഡും ഉള്ള, അത് 80 GB ഗ്രാഫിക്സ് കാർഡുള്ള A9 A100 B100 GPUs ഒക്കെയുള്ള സിസ്റ്റം വേണം. പക്ഷെ അത് നമുക്ക് ബ്രൗസർ വെച്ച്, നമ്മുടെ സിസ്റ്റത്തിന് അധികം കപ്പാസിറ്റി ഒന്നും ഇല്ലെങ്കിലും സാധാരണ ഒരു മൊബൈൽ ഡിവൈസ് വെച്ചാണെങ്കിലും ബ്രൗസർ വെച്ച് തന്നെ നമുക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തെ റൺ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ആക്സസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതെങ്ങനെയാണ് പോസിബിൾ ആക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലയന്റ് ആൻഡ് സെർവർ സൈഡ് ആയിട്ടാണ്. അതായത് സെർവർ സൈഡിലായിട്ടുള്ള കാര്യങ്ങൾ സെർവറിൽ മാത്രം റൺ ചെയ്യാനായിട്ട് പ്രത്യേകിച്ചുള്ള കോഡുകൾ, അതുപോലെ തന്നെ ക്ലയന്റ് സൈഡിൽ മാത്രം റൺ ചെയ്യാനായിട്ടുള്ള, അതായത് ക്ലയന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്യാനായിട്ടുള്ള പ്രത്യേകതരം കോഡുകൾ, അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ ജാവാസ്ക്രിപ്റ്റ് വെച്ച് എഴുതാൻ സാധിക്കും. അത് ഈ കോഡ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനും സാധിക്കും. അതല്ലെങ്കിൽ നമുക്ക് ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് റൺ ചെയ്യാനും സാധിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ചാറ്റ് GPT ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലയന്റ് സൈഡിൽ നിന്നൊരു കമാൻഡ് സെർവർ സൈഡിലേക്ക് സെൻഡ് ചെയ്യും. അങ്ങനെ അത് അവിടെ പ്രോസസ്സ് ചെയ്ത് അതിന്റെ റിസൾട്ട് വീണ്ടും ക്ലയന്റ് സൈഡിലേക്ക് തിരിച്ച് സെൻഡ് ചെയ്യും. ഓക്കെ, സോ ഇത് ക്ലയന്റ് ആൻഡ് സെർവർ സൈഡ് എക്സിക്യൂഷൻ ആണ്. അതായത് ക്ലയന്റ് സൈഡിൽ ഒരു കോഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ സെർവർ സൈഡിൽ മറ്റൊരു കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതിനെ തമ്മിൽ നമ്മൾ യോജിപ്പിക്കുന്നു. ഓക്കെ, സോ ഇതാണ് ക്ലയന്റ് ആൻഡ് സെർവർ സൈഡ് എക്സിക്യൂഷൻ. സെർവർ സൈഡിൽ നമുക്ക് ഒരുപാട് ലാംഗ്വേജുകൾ ഉപയോഗിക്കാം. ജാവാസ്ക്രിപ്റ്റ് തന്നെ വേണമെന്നില്ല. പൈത്തൺ ഉപയോഗിക്കാം, C++ ഉപയോഗിക്കാം, ASP.NET ഉപയോഗിക്കാം. നമുക്ക് ഏത് ലാംഗ്വേജ്, ഒരുപാട് ലാംഗ്വേജസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അത് ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷെ ക്ലയന്റ് സൈഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വെബ് ബ്രൗസറിലേക്ക് കൊണ്ടുവരുമ്പോൾ HTML, CSS, ജാവാസ്ക്രിപ്റ്റ്, ഈ 3 ലാംഗ്വേജിൽ മാത്രമേ നമുക്ക് റൺ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് സെർവർ സൈഡിൽ നിന്ന് ഡാറ്റാസ് ഇങ്ങോട്ട് സെൻഡ് ചെയ്യണമെങ്കിൽ JSON ഒക്കെ ഉപയോഗിച്ച് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ JSON എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട് നൊട്ടേഷൻ എന്നാണ്. അതായത് അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്ക് ടെക്സ്റ്റ് ഡാറ്റ, അതിന് പ്രത്യേകിച്ച് കൂടുതൽ ഇൻഫോർമേഷൻ ഒക്കെ ആയിട്ട് സെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്ലയന്റ് സൈഡിലേക്ക് സെൻഡ് ചെയ്യാനായിട്ട് JSON ഡാറ്റാസ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അത് ഇതിന് കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ ഒരുപാട് കാര്യത്തിലും ഇനീഷ്യലി അത് ജാവാസ്ക്രിപ്റ്റിന് വേണ്ടി ഡെവലപ്പ് ചെയ്തതാണെങ്കിലും പിന്നീട് ഒട്ടുമിക്ക എല്ലാ ലാംഗ്വേജിലും ഈ ഒരു ഫീച്ചർ സപ്പോർട്ട് ആവാൻ തുടങ്ങി. ഇപ്പൊ പൈത്തൺ ആണെങ്കിലും .NET ആണെങ്കിലും ഒട്ടുമിക്ക എല്ലാ ലാംഗ്വേജിലും JSON സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ക്ലയന്റ് ആൻഡ് സെർവർ സൈഡിൽ എക്സിക്യൂഷന് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് പ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് വഴികളുണ്ട്. അതായത് നമ്മൾ CSS ഇൻലൈൻ CSS ഡിഫറെന്റ്, അതായത് അതുപോലെ തന്നെ നമ്മൾ എംബഡഡ് CSS, അങ്ങനെ പല തരത്തിലുള്ള CSS കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്, അതായത് സ്റ്റൈൽ ടാഗിന്റെ അകത്ത് നമുക്ക് CSS പ്ലേസ് ചെയ്യാം, അതല്ലെങ്കിൽ സെപ്പറേറ്റ് ഫയലായിട്ട് നമുക്ക് CSS ഉപയോഗിക്കാം, അതല്ലെങ്കിൽ സ്റ്റൈൽ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് CSS എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് സ്ക്രിപ്റ്റും CSS എങ്ങനെയാണോ എഴുതുന്നത് അതേ രീതിയിൽ തന്നെ സ്ക്രിപ്റ്റ് ടാഗ് ഉപയോഗിച്ചിട്ട് അതിന്റെ അകത്ത് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് കോഡ് ഉപയോഗിക്കാം. അതായത് HTML പേജിന്റെ അകത്ത് തന്നെ നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാഗ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ കാണിക്കുന്ന പോലെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാഗ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതുപോലെ ജാവാസ്ക്രിപ്റ്റിന്റെ ഫങ്ഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ അതുപോലെ തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫയൽ ആയിട്ടാണെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരു ലൈനിൽ തന്നെ ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ സാധിക്കും, ജാവാസ്ക്രിപ്റ്റ് എഴുതാൻ സാധിക്കും. ഓക്കെ, സോ HTML ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇതുപോലെ ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് CSS ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഞാനിവിടെ സ്ക്രിപ്റ്റ് ടാഗ് ഉപയോഗിച്ചിട്ടുണ്ട്. window.onload ഫംഗ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. window.onload എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡോ ലോഡ് ആകുമ്പോൾ തന്നെ ഈ ഒരു അലേർട്ട് മെസ്സേജ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു സ്ക്രിപ്റ്റ് ടാഗ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കതൊന്ന് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, ഞാനിവിടെ ഒരു HTML പേജ് ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു HTML പേജ് ഇതൊരു ജാവാസ്ക്രിപ്റ്റ് പേജാണ്. ഞാനിവിടെ പുതിയതായിട്ട് ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, index.html എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ അകത്താണ് നമ്മൾ CSS കോഡൊക്കെ സാധാരണയായിട്ട് എഴുതുന്നത്. ഇവിടെയാണ് നമ്മൾ CSS കോഡ് എഴുതേണ്ടത്. ഇവിടെ നമുക്ക് ഇതിന്റെ താഴെ എഴുതിയിരിക്കുന്നത് നിങ്ങളിപ്പോൾ നോട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഞാൻ അതിന് ശേഷം പഠിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ സ്ക്രിപ്റ്റ് ടാഗ് ഉപയോഗിക്കുന്നു.
ഓക്കെ, സ്ക്രിപ്റ്റ് ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി ബോഡി ടാഗിന്റെ അകത്താണ് നമ്മൾ സ്ക്രിപ്റ്റ് ടാഗ് പ്ലേസ് ചെയ്യുന്നത്. ഈ ടാഗും ഓപ്പൺ ചെയ്യണം, അതുപോലെ തന്നെ ക്ലോസും ചെയ്യേണ്ട ടാഗാണ്. വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ചിലപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലോസിംഗ് വന്നില്ലെങ്കിലും നമ്മൾ ക്ലോസ് ചെയ്യേണ്ട ടാഗാണ്. ഓക്കെ, ഇനി നമ്മൾ വിൻഡോ ഡോട്ട് ഓൺലോഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ അവിടെ കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഇവിടെ താഴെ വിൻഡോ ഡോട്ട് ഓൺലോഡ് നമ്മൾ HTML CSS ഒക്കെ ചെയ്യുന്ന പോലെ ജാവാസ്ക്രിപ്റ്റിലും ഓട്ടോ കംപ്ലീഷൻ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഇനി നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇതെന്തൊക്കെയാണെന്ന് നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. ഇപ്പൊ ജസ്റ്റ് ജാവാസ്ക്രിപ്റ്റ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. ഇനി അതിനുശേഷം നമ്മൾ അലേർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുകയാണ്. അലേർട്ട് വിൻഡോ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ്. അതിനുശേഷം ഞാൻ ഇതിന്റെ അകത്ത് പേജ് ലോഡഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ്, നമ്മൾ നേരത്തെ കണ്ട പോലെ പേജ് ലോഡഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഇനി നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ എല്ലാ കാര്യങ്ങളും എഴുതുമ്പോൾ ഒരു ലൈൻ എൻഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് കോളൻ ഇടണം. ഓക്കെ, ഇതുപോലെ സെമി കോളൻ ആണ് ഇടേണ്ടത്, കോളൻ അല്ല സെമി കോളൻ ആണ് ഇടേണ്ടത്. അതുപോലെ തന്നെ ഇവിടെയും ലൈൻ എൻഡ് ചെയ്തിട്ടുണ്ട്, അവിടെയും നമ്മൾ സെമി കോളൻ ആണ് ഇടേണ്ടത്. നമ്മൾ CSSൽ സെമി കോളൻ ഓരോ സ്റ്റേറ്റ്മെന്റും എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓരോ സ്റ്റൈൽസും എഴുതിയതിനു ശേഷം സെമി കോളൻ ഇടുന്ന പോലെ തന്നെ നമ്മൾ ജാവാസ്ക്രിപ്റ്റിലും സെമി കോളൻ ഓരോ ലൈന്, അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ അലേർട്ട് പേജ് ലോഡഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി ഇത് മൊത്തമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വിൻഡോ ഡോട്ട് ഓൺലോഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഫംഗ്ഷൻ ഇത് മൊത്തം ഒരു സ്റ്റേറ്റ്മെന്റ്, നമുക്ക് സിംഗിൾ ലൈനിൽ തന്നെ എഴുതാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ സാധാരണ ഇങ്ങനെ മൾട്ടിപ്പിൾ ലൈൻസ് എഴുതി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഒറ്റ ലൈനിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകേണ്ടി വരും. അപ്പം ഇങ്ങനെയാണ് സാധാരണ നമ്മൾ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നത്. ഇതൊരു എൻ്റയർ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിന്റെ അകത്തുള്ള വേറൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ കാണുന്നത് എന്ന് പറയുന്നത് അലേർട്ട് വിൻഡോ ഉപയോഗിച്ചിട്ടുള്ളത്. വിൻഡോ ഡോട്ട് ഓൺലോഡ് ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ എൻഡ് ചെയ്യുന്നത് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിന്റെ അകത്തുള്ള വേറൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അലേർട്ട് വിൻഡോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനത്തെ നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾ എഴുതാൻ സാധിക്കും. ഇനി നമ്മളെ CSSൽ HTML ഒക്കെ സാധാരണ HTML നമ്മൾ ഇങ്ങനെ രണ്ട് ടാഗുകൾ, ഇപ്പൊ H1 ടാഗ് ആണെങ്കിൽ ഇതിന്റെ അകത്ത് എന്ത് എഴുതാൻ വേണമെങ്കിലും പറ്റും. ഓക്കെ, ഇതുപോലെ നമുക്ക് ക്യാരക്ടേഴ്സ് എഴുതുന്ന സ്ഥലമാണ് രണ്ട് കൊട്ടേഷൻ, അതായത് ഡബിൾ കോട്ട്സ് ഇട്ടതിന് ശേഷം നമ്മൾ പാരാന്തസിന്റെ അകത്ത് ഡബിൾ കോട്ട് ഇട്ടതിന് ശേഷം ഇതിന്റെ അകത്ത് നമ്മൾ എന്ത് വേണമെങ്കിലും എഴുതാം. ഓക്കെ, ഇതിന്റെ അകത്ത് എന്ത് എഴുതി കഴിഞ്ഞാലും അത് ക്യാരക്ടേഴ്സ് ആയിട്ട് എടുക്കത്തുള്ളൂ. അതായത് ഈ ഒരു കാര്യം നമ്മൾ ഇതിന്റെ അകത്ത് നമുക്ക് ഇടാൻ പാടില്ലാത്തത് സിംഗിൾ കോട്ട്സോ ഡബിൾ കോട്ടോ, അതായത് നമ്മൾ ഇതുപോലെ കോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് ഇടാൻ പാടില്ല. അതെങ്ങനെയാണ് ഇടുന്നത് എന്ന് ഞാൻ പിന്നീട് പഠിപ്പിക്കുന്നതായിരിക്കും. പക്ഷെ ഇപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് ഈ ഡബിൾ കോട്ട്സ് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും സിംഗിൾ കോട്ട്സോ അല്ലെങ്കിൽ ഡബിൾ കോട്ടോ ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇടാൻ സാധിക്കും. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് എഴുതാൻ സാധിക്കും. നമ്പേഴ്സ് എഴുതാൻ സാധിക്കും, അതുപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വേണമെങ്കിൽ അതും എഴുതാൻ സാധിക്കും. ഇങ്ങനെ എന്ത് എഴുതി കഴിഞ്ഞാലും അതിനെ ജസ്റ്റ് ക്യാരക്ടേഴ്സ് ആയിട്ട് മാത്രമേ എടുക്കത്തുള്ളൂ. ഓക്കെ, നമ്മൾ ഇവിടെ HTML മുകളിൽ എഴുതുന്ന പോലെ തന്നെയാണ് ഇവിടെയും എഴുതുന്നത്. ഡബിൾ കോട്ട്സിന്റെ അകത്തോ സിംഗിൾ കോട്ടിന്റെ അകത്തോ, ഇതിപ്പോൾ നിങ്ങൾക്ക് ഡബിൾ കോട്ട് ഉപയോഗിക്കണമെന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല, സിംഗിൾ കോട്ട്സ് ആണെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ ഇതുപോലെ സിംഗിൾ കോട്ട്സ് ആണെങ്കിലും ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. സിംഗിൾ കോട്ട്സ് ചെയ്ത് കഴിഞ്ഞാൽ അതും വരുന്നതായിരിക്കും. ഓക്കെ, സോ അങ്ങനെയും എഴുതാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഡബിൾ കോട്ട് ഉപയോഗിച്ചിട്ട് പേജ് ലോഡഡ് എന്ന് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, പേജ് ലോഡഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി വിൻഡോ ഡോട്ട് ഓൺലോഡ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നതുകൊണ്ട് നമ്മൾ HTML സെക്ഷനിൽ എവിടെയൊക്കെ വിൻഡോ ഡോട്ട് ഓൺലോഡ് എന്ന് വന്നിട്ടുണ്ടോ അവിടെ എല്ലാം ഉപയോഗിക്കുന്നത്. വിൻഡോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു വെബ് ബ്രൗസറിന്റെ വിൻഡോയിലേക്ക് പേജ് ലോഡ് ആയിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിൻഡോയിലേക്ക്, അതായത് പ്രത്യേകിച്ചൊന്നുമില്ല, ഇപ്പൊ നമ്മൾ സാധാരണ ബ്രൗസർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഏതൊക്കെ വിൻഡോസ് ഉണ്ടോ അതിലേക്ക് പേജ് ലോഡാണ്. ഇപ്പൊ ഞാൻ ഒരു ബ്രൗസർ എടുക്കാം. ഓക്കെ, ഇവിടെ ഒരു ബ്രൗസർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് പല വിൻഡോസ് ഉണ്ട്. ഇതൊരു വിൻഡോ ആണ്. ഓക്കെ, ഈ കാണുന്ന ഒരു വിൻഡോ ആണ്. ഇനി നമ്മൾ ഇവിടെ ന്യൂ ആയിട്ട് പുതിയൊരു വിൻഡോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നതും വിൻഡോ ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണുന്നതും വിൻഡോ ആണ്. ഓക്കെ, സോ ഇതുപോലെ വിൻഡോയിലേക്ക് പുതിയൊരു പേജ് ലോഡ് ആയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു വിൻഡോയിലേക്ക് പുതിയ പേജ് ലോഡ് ആയിട്ടുണ്ട്. ഇവിടെ ഗൂഗിളിന്റെ ഒരു പേജ് വന്നിട്ടുണ്ട്, ഇതൊരു പേജ് ലോഡ് ആവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ Node.jsന്റെ പേജ് വന്നിട്ടുണ്ട്, ഇതും പേജ് ലോഡ് ആവുന്നതാണ്. ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞതിന് ശേഷം നടക്കേണ്ട കാര്യത്തിനെയാണ് വിൻഡോ ഡോട്ട് ഓൺലോഡ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. വിൻഡോ ഡോട്ട് ഓൺലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിൻഡോയിലേക്ക് HTML പേജ് ലോഡ് ചെയ്തതിന് ശേഷം നടക്കേണ്ട കാര്യമാണ് ഓൺലോഡ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഫംഗ്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു കീവേഡ് ആണ്. ഓക്കെ, HTML നമ്മൾ HTML എന്ന് പറഞ്ഞ ടാഗ് ഇതൊരു ടാഗ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റിലും കുറെ കീവേഡ്സ് ഉണ്ട്. കീവേഡ്സ് റിസർവ്ഡ് വേർഡ്സ് ആണ്.
അനാവശ്യമായിട്ട് നമ്മൾക്ക് കീവേഡ്സ് ഉപയോഗിക്കാൻ സാധിക്കില്ല. നമ്മൾ കീവേഡ്സ് ആണ് ജാവാസ്ക്രിപ്റ്റിൽ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ജാവാസ്ക്രിപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ കീവേഡ്സ് എന്തൊക്കെ കീവേഡ്സ് ആണ്, അതിന് എന്തൊക്കെ ഫംഗ്ഷനാലിറ്റീസ് ഉണ്ട് എന്നാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. പിന്നെ കുറച്ച് നെസ്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്, കുറച്ച് മെത്തേഡ്സ്, ഇത്രയും കാര്യങ്ങളാണ് ജാവാസ്ക്രിപ്റ്റിൽ ആകെപ്പാടെ പഠിക്കുന്നത്. ജാവാസ്ക്രിപ്റ്റിൽ മാത്രമല്ല ഒട്ടുമിക്ക എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഇതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇവന്റ് ഹാൻഡ്ലിംഗ്, അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഒട്ടുമിക്ക എല്ലാ ലാംഗ്വേജിലും പഠിക്കുന്നത്. അപ്പം ഇതാണ് ഒരു ജസ്റ്റ് നട്സലിൽ പറയുവാണെങ്കിൽ ഇത്രേ പഠിക്കാനുള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് കുറെ കാര്യങ്ങളൂടെ ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കീബോർഡുകൾ, കുറെ ടൈപ്പ് കീബോർഡുകളുണ്ട്, അതിന്റെ സിൻടെക്സ് ഉണ്ട്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിരുന്നു. ഇപ്പം ഞാനിപ്പം H1 എന്ന് എഴുതി. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ സിൻടെക്സ് നോക്കി കഴിഞ്ഞാൽ H1 സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിവിടെ H6 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഒരു എറർ ആണ് അല്ലേ. അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റിനും സിൻടെക്സ് ഉണ്ട്. സിൻടെക്സ് മാത്രമല്ല, ഇത് കേസ് സെൻസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ കേസ് സെൻസിറ്റീവ് ആണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നെയിം, വേരിയബിൾ നെയിം ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഞാൻ CSS സെക്ഷനിൽ തന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ് വേരിയബിൾ നെയിം ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പം. അതുപോലെ തന്നെ നമ്മൾ IDs കൊടുക്കുമ്പം ക്യാപിറ്റൽ ലെറ്റർ എഴുതുന്നതും സ്മാൾ ലെറ്ററിലും ഡിഫറെന്റ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ബോഡി ടാഗിൽ ഞാനൊരു H1 ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ ഇതിന്റെ അകത്ത് ഞാൻ ID എന്ന് പറഞ്ഞു കൊടുക്കുവാണ്. ഓക്കെ, ഈ ID ആക്ച്വലി ജാവാസ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ്. ഈ ഒരു IDക്കകത്ത് ഞാനിപ്പം M എന്ന് പറഞ്ഞു കൊടുക്കുന്നതും ക്യാപിറ്റൽ ലെറ്റർ M എന്ന് പറഞ്ഞു കൊടുക്കുന്നതും സ്മാൾ ലെറ്റർ M എന്ന് പറഞ്ഞു കൊടുക്കുന്നതും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഓക്കെ, അതായത് ഈ ക്യാപിറ്റൽ ലെറ്റർ M ചെയ്തിട്ട് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ H1 ബാധിക്കും. ഇനി അതുപോലെ തന്നെ ഞാനൊരു പുതിയ ഹെഡിങ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, രണ്ടാമത്തേൽ ഞാൻ സ്മാൾ ലെറ്റർ M മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ, സോ ആദ്യത്തിൽ ഞാൻ ക്യാപിറ്റൽ ലെറ്റർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഈ വലിയ ലെറ്റർ M ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും CSS പ്രോപ്പർട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആദ്യത്തെ ഹെഡിങ്ങിനെ വായിക്കത്തുള്ളൂ. അപ്പം ഇവിടെ കാണുന്ന H1 മാത്രമേ ബാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ CSS, അതുപോലെ തന്നെ നമ്മൾ സ്മാൾ ലെറ്ററിൽ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഹെഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന H2 മാത്രമേ ബാധിക്കത്തുള്ളൂ. അതായത് രണ്ടാമത്തെ ഹെഡിങ്ങിനെ മാത്രമേ ഇത് ബാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ജാവാസ്ക്രിപ്റ്റിന്റെ കാര്യം. നമ്മൾ ഇതിന്റെ എല്ലാ കാര്യങ്ങളും കേസ് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതി കഴിഞ്ഞാൽ അത് സാധാരണ ഇത് കണ്ടോ, ഇതുപോലെ വേറെ കാര്യങ്ങൾ എഴുതാനായിട്ട് സ്മാൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും എഴുതുന്നതിനും പല കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ കേസ് സെൻസിറ്റീവ് ആണ്. ഓക്കെ, window.onload എന്ന് പറഞ്ഞ് ക്യാപിറ്റൽ ലെറ്റർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് വരത്തില്ല. സ്മാൾ ലെറ്റർ ഉപയോഗിക്കുന്നിടത്ത് സ്മാൾ ലെറ്റർ തന്നെ നമ്മൾ ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഫംഗ്ഷൻ എന്നുള്ളത് ഇതുപോലെ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാൻ പാടില്ല. ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ ഇതുണ്ടോ കളർ മാറുന്നുണ്ടോ, ഇതുപോലെ മൊത്തം കംപ്ലീറ്റ് ആയിട്ട് എറർ ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, സ്മാൾ ലെറ്ററിന് ക്യാപിറ്റൽ ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ തന്നെ ഉപയോഗിക്കണം. സ്മാൾ ലെറ്റർ ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ, ക്യാപിറ്റൽ ലെറ്റർ എഴുതി കഴിഞ്ഞാൽ അത് വേറെ അർത്ഥമാണ് ഇനി വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ആക്ച്വലി HTML അകത്ത് ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതുപോലെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് പാരാന്തസിന്റെ അകത്ത് നമുക്ക് കുറച്ച് ഡാറ്റാസ് ഒക്കെ ഇവിടെ വേണമെങ്കിൽ പാസ് ചെയ്യാം, ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. ഇപ്പം ബേസിക് ആയിട്ടുള്ള ഒരു കോഡ് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഇനി ഫംഗ്ഷന്റെ അകത്ത്, അതായത് വിൻഡോ ലോഡ് ആകുമ്പം എന്താണ് നടക്കേണ്ടത്, ആ ഒരു ഫംഗ്ഷനാണ് നമുക്ക് ഈ ഒരു ഫംഗ്ഷനാണ് നടക്കേണ്ടത്. അതല്ലെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ വേറെ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ട് ഈ ഫംഗ്ഷൻ നെയിം ഒക്കെ കൊടുത്തിട്ട് ഈ ഫംഗ്ഷൻ ഇങ്ങോട്ട് കാൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ അതെല്ലാം കൂടെ ഷോർട്ട് ഹാൻഡ് ആയിട്ട് ഒറ്റ അടിക്ക് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇത് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ബ്ലോക്ക് ഓഫ് കോഡാണ്. ഫംഗ്ഷൻ വേണമെങ്കിൽ നമുക്ക് നെയിം കൊടുക്കാൻ സാധിക്കും. ഇനി ഈ ഫംഗ്ഷൻ ആണ് ആക്ച്വലി ഇവിടെ നടക്കുന്നത് അലേർട്ട് വിൻഡോ എന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ അലേർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് ആക്ച്വലി ലോഡ് ആയിട്ട് വരുന്നത്. ആ ഒരു ഫംഗ്ഷന്റെ അകത്താണ് അലേർട്ട് എന്ന് പറഞ്ഞ കീബോർഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. അലേർട്ട് എന്ന് പറഞ്ഞ കീബോർഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇതുപോലത്തെ അലേർട്ട് വിൻഡോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതാണ് പേജ് ലോഡർ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് സൂം ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സാധാരണ അലേർട്ട് വിൻഡോ ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സൂം ആവത്തില്ല. ഇനി അതുപോലെ തന്നെ മുകളിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, അതായത് ലോക്കൽ ഹോസ്റ്റ് അഡ്രസ് ആണ്. അതായത് 127.0.01 എന്നുള്ളത് ലോക്കൽ ഹോസ്റ്റ് അഡ്രസ് ആണ്. ഇനി നമ്മൾ ഏതെങ്കിലും ഗൂഗിൾ പോലത്തെ എന്തെങ്കിലും സെർവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ google.com എന്ന് പറഞ്ഞിട്ട് പേജ് ലോഡർ എന്ന് പറഞ്ഞ മെസ്സേജ് വരും. ഓക്കെ, ഇതാണ് അലേർട്ട് വിൻഡോ എന്ന് പറയുന്നത്. അലേർട്ട് വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പേജ് ലോഡിങ് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, വീണ്ടും റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പേജ് ലോഡ് ചെയ്ത് കഴിയുന്ന ആ സമയത്ത് ഇവിടെ ലോഡിങ്ങിന്റെ ഐക്കൺ കാണിക്കുന്നുണ്ട്. അതായത് ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ഇതിന്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ, ആ ഒരു HTML ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഒരു അലേർട്ട് വിൻഡോ നമുക്ക് വരുന്നതായിരിക്കും. എന്നിട്ട് ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻഡ് ചെയ്തു. ഓക്കെ, സോ ഇങ്ങനെയാണ് അലേർട്ട് വിൻഡോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ അലേർട്ട് വിൻഡോ ക്രിയേറ്റ് ചെയ്യുന്നത് സാധാരണ നമ്മളിപ്പോൾ പുതിയ പേജൊക്കെ ഈ പേജ് ലീവ് ചെയ്തിട്ട് വേറൊരു പേജിലേക്ക് പോവുക, അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ മാത്രം നമ്മളിങ്ങനെ അലേർട്ട് വിൻഡോസ് ഒക്കെ ഉപയോഗിക്കാറുള്ളതാണ്. ഓക്കെ,
ഇനി ഇതില്ലാതെ തന്നെ നമുക്ക് HTML എഴുതാൻ സാധിക്കും. അതായത് ജാവാസ്ക്രിപ്റ്റ്. സാധാരണ നമ്മൾ ഇനി മുതൽ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ഓരോ തവണയും ഇതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഇതുപോലെ വിൻഡോസും അതുപോലെ ബ്രൗസറിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അല്ലാതെ നമുക്ക് ഇവിടെ തന്നെ ഔട്ട്പുട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, സോ അത് എങ്ങനെയാണെന്നാണ് അടുത്തതായിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലത്തെ var മെസ്സേജ്, അതായത് var എന്ന് പറഞ്ഞാൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് ജസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മൾ HTML ക്ലാസും IDസിനൊക്കെ നമ്മൾ നെയിം കൊടുക്കത്തില്ലേ, അതുപോലെ തന്നെ നെയിമിംഗ് ആണ്, വേരിയബിളിന്റെ നെയിം ആണിത്. ഓക്കെ, var എന്ന് പറഞ്ഞ കീവേഡ് വേരിയബിൾ ആണ്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. അതായത് എനിക്കിപ്പോ ഒരു മെസ്സേജ്, അതായത് ഹലോ വേൾഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് സ്റ്റോർ ചെയ്യണം ജാവാസ്ക്രിപ്റ്റിന്റെ അകത്ത്. അതായത് പേജ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഈ ഒരു മെസ്സേജ്, ഈ ഒരു കീവേഡ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞ ഈ ഒരു സെന്റൻസിന്റെ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടെന്ന് വിചാരിക്കുക, എന്തെങ്കിലും ഉപയോഗം. ഓക്കെ, സോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്കത് വേരിയബിൾസിന്റെ അകത്ത് ഡയറക്റ്റ് ആയിട്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ സേവ് ചെയ്യാനായിട്ടാണ് നമ്മൾ var എന്ന് പറഞ്ഞ കാര്യം ഉപയോഗിക്കുന്നത്. നമ്മൾ HTML ഇങ്ങനത്തെ കോൺസെപ്റ്റുകളൊന്നുമില്ല, CSSലും ഇതുപോലത്തെ കോൺസെപ്റ്റുകളില്ല. അതുകൊണ്ട് തന്നെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂ ആയിട്ടുള്ള ഒരു കീവേഡ് ആയിരിക്കും. അത് നമുക്ക് വേരിയബിൾ 3 മെത്തേഡ്സിൽ ജാവാസ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ var എന്ന് പറഞ്ഞ കീവേഡ് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഓക്കെ, സോ var കീബോർഡ്. അതുപോലെ ഇവിടെ മെസ്സേജ് എന്ന് മാത്രം കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും കൊടുക്കാം. അപ്പം മാസ്റ്റർ ജി എന്ന് കൊടുക്കാം. ഈ മാസ്റ്റർ ജി ഇവിടെയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ താഴെ മാസ്റ്റർ ജി എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. സ്റ്റാർട്ടിങ് എപ്പോഴും ഒരു ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഇതിന്റെ ഇടയിൽ നമ്മൾ IDs ആൻഡ് ക്ലാസസ് നെയിം കൊടുക്കത്തില്ല. അതേ റൂൾസ് ഇവിടെയും ബാധകമാണ്. നമ്മൾ നമ്പേഴ്സ് ഒന്നും വെച്ച് ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അത് നമുക്ക് കണ്ടോ ഇപ്പൊ തന്നെ എറർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമുക്ക് ഇനീഷ്യലി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അറ്റ് സിമ്പിൾ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇൻ ബിറ്റ്വീൻ നമുക്ക് അണ്ടർസ്കോർ വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് കണ്ടോ ഇതുപോലെ അണ്ടർസ്കോർ വേരിയബിൾ നെയിംസിന് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, വേരിയബിൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ഒരു മെസ്സേജ് ഇതിന്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇത് പേജ് റൺ ആകുമ്പോൾ ഈ ഒരു മെസ്സേജ് നമുക്ക് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് var മെസ്സേജ് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, സോ ഇനി ആക്ച്വലി ഈ ഒരു മെസ്സേജ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വെബ് പേജ്, അതായത് console.log എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ കൺസോൾ ഇപ്പൊ ഞാൻ ഈ ഒരു മെസ്സേജ് ഇവിടെ കൊടുക്കുകയാണ്, വേരിയബിൾ മാസ്റ്റർ ജി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ HTML പേജിലേക്ക് ഞാൻ പേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇവിടെ ഇതിന്റെ തൊട്ട് താഴെ ഞാൻ ഈ ഒരു മാസ്റ്റർ ജി എന്ന് പറഞ്ഞ മെസ്സേജ് പേസ്റ്റ് ചെയ്തിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാസ്റ്റർ ജി എന്ന് പറഞ്ഞ മെസ്സേജ് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വെബ് ബ്രൗസർ നോക്കി കഴിഞ്ഞാൽ ഇത് ഒരിടത്തും തന്നെ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് കാണാൻ സാധിക്കത്തില്ല. അപ്പൊ ഞാൻ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാലും കാണാൻ സാധിക്കും, ഔട്ട്പുട്ട് നമുക്ക് ഒരിടത്തും കാണാൻ സാധിക്കത്തില്ല. ഓക്കെ, സോ ഈ ഒരു ഔട്ട്പുട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ അകത്ത് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് ഒന്നും ചെയ്താൽ മതി. ഇവിടെ നമ്മുടെ കോഡ് എഡിറ്റിന്റെ അകത്ത് പോവാം. എന്നിട്ട് ഞാൻ ഈ ഒരു മെസ്സേജ് മുകളിൽ പേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, മുകളിൽ പേസ്റ്റ് ചെയ്യാൻ പോവാണ്. കാരണം മുകളിൽ നിന്ന് താഴേക്കാണ് ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് വരുന്നത്. അപ്പൊ ഞാനിവിടെ മുകളിൽ പേസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് കോപ്പി ചെയ്യാം. ഈ മാസ്റ്റർ ജി എന്ന് പറഞ്ഞ നെയിം കോപ്പി ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ അതായത് നമ്മുടെ ഇതിന്റെ അകത്ത് പേസ്റ്റ് ചെയ്യാൻ പോകണം. ഇതിന്റെ അകത്ത് നമ്മൾ പേസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡബിൾ കോട്ട്സോ സിംഗിൾ കോട്ടോ ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്യാരക്ടേഴ്സ് എഴുതുമ്പോൾ. അതായത് ഇതിന്റെ അകത്ത് നമ്മൾ എന്ത് എഴുതിയാലും അത് ക്യാരക്ടേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെ നമുക്ക് ക്യാരക്ടേഴ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് ഡബിൾ കോട്ടും സിംഗിൾ കോട്ടും ഉപയോഗിക്കുന്നത്. പക്ഷെ ഞാൻ ഇതിന്റെ അകത്ത് കൊടുക്കുന്നത് ഒരു വേരിയബിളിന്റെ നെയിം ആണ്. അതായത് ഈ വേരിയബിളിന്റെ അകത്ത് ആൾറെഡി ഈ ക്യാരക്ടേഴ്സ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഹലോ വേൾഡ് എന്ന് പറഞ്ഞ ഈ ക്യാരക്ടേഴ്സ് മാസ്റ്റർ ജി എന്ന് പറഞ്ഞ ഈ വേരിയബിളിന്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ ഈ വേരിയബിൾ നെയിം ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹലോ വേൾഡ് എന്ന് പറഞ്ഞ റിസൾട്ട് വരുന്നതായിരിക്കും. ഉദാഹരണത്തിന് ഞാൻ ബ്രൗസർ എടുത്ത് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും ഹലോ വേൾഡ് എന്ന് പറഞ്ഞ റിസൾട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അതിന്റെ അർത്ഥം എന്താണ്? ഈ ഒരു ഹലോ വേൾഡ് എന്ന് പറഞ്ഞ ഇത് ആക്ച്വലി സ്റ്റോർ ചെയ്തിരിക്കുന്ന മാസ്റ്റർ ജി എന്ന് പറഞ്ഞ ഒരു വേരിയബിളിന്റെ അകത്താണ്. ആ വേരിയബിൾ നെയിം നമ്മൾ ഉപയോഗിച്ചപ്പോൾ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാനിത് ഓക്കെ കൊടുക്കുവാണ്. ഒരു വേരിയബിളിലൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകും. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് ഇനീഷ്യലി ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കും. ഓക്കെ, ഞാൻ മാസ്റ്റർ ജി എന്ന് പറഞ്ഞതിന് ശേഷം ഇതിന് മെസ്സേജ് എന്ന് പറഞ്ഞ മറ്റൊരു വേരിയബിൾ ഞാൻ ഉപയോഗിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിന്റെ ഈ ഒരു മെസ്സേജ് മാറ്റിയിട്ട് പേജ് ലോഡഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ സേവ് ചെയ്യുവാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ആദ്യം ഉപയോഗിച്ച പേര്, അതായത് ഇവിടെ ആദ്യം ഉപയോഗിച്ചത് മാസ്റ്റർ ജി എന്നാണ്. ഇനി ഞാൻ ഈ മാസ്റ്റർ ജി മാറ്റിയിട്ട് മെസ്സേജ് എന്ന് കൊടുക്കാൻ പോവാണ്. അതായത്
നമ്മൾ നേരത്തെ സ്ട്രിങ്, അതായത് ഈ കാര്യങ്ങൾ എഴുതിയ സ്ഥലത്ത് ഞാൻ മാസ്റ്റർ ജി എന്ന് പറഞ്ഞ കാര്യം മാറ്റിയിട്ട് സ്ട്രിങ് ആയിട്ട് മെസ്സേജ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ സേവ് ചെയ്ത് ഇനി ഞാൻ ബ്രൗസർ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ജസ്റ്റ് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പേജ് ലോഡഡ് എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ വേരിയബിൾ എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ എന്ത് കാര്യങ്ങളും അതിൻ്റെ അകത്ത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ സേവ് ചെയ്ത് വെച്ചതിന് ശേഷം അത് നമ്മൾ ആ ഒരു വേരിയബിൾ നെയിം എവിടെയെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ പേജ് ലോഡഡ് ആ ഒരു നെയിം ആയിരിക്കും, അതല്ലെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള കണ്ടന്റ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, ഇപ്പൊ വേരിയബിൾ എന്ന് പറഞ്ഞ നെയിം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ വേരിയബിളിന്റെ അകത്തുള്ള കണ്ടന്റ്, അതായത് മാസ്റ്റർ ജി എന്ന് പറഞ്ഞ വേരിയബിളിന്റെ അകത്തുള്ള കണ്ടന്റ് ആണ് ഹലോ വേൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ മെസ്സേജ് എന്ന് പറഞ്ഞ വേരിയബിളിന്റെ അകത്തുള്ള കണ്ടന്റ് ആണ് പേജ് ലോഡഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മാസ്റ്റർ ജി എന്ന് പറഞ്ഞ ഈ വേരിയബിൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുമ്പോൾ ആക്ച്വലി ഇതിന്റെ അകത്തുള്ള കണ്ടന്റ് ആയ ഹലോ വേൾഡ് എന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ, ഇനി അതുപോലെ മെസ്സേജ് എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ അകത്തുള്ള കണ്ടന്റ് ആയ പേജ് ലോഡഡ് ആണ് നമുക്ക് ഇങ്ങോട്ട് ലോഡായിട്ട് വരുന്നത്. ഓക്കെ, സോ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാന്ന് വിചാരിക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാന്ന് വിചാരിക്കാം. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പം സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഒരു വേരിയബിളിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. അതിനുശേഷം സബ്സ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞ് വേറൊരു മെസ്സേജ് വേരിയബിളിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ യൂസർ അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ആ മെസ്സേജ് മാറി, ഈ ഒരു മെസ്സേജ് മാറി. അതായത് ഈ പേജ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഈ ഒരു അലേർട്ട് വിൻഡോയ്ക്കകത്തുള്ള മെസ്സേജ് മാറ്റുവാണ്. അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ എനിക്കിത് മാറ്റാൻ പറ്റും. അതായത് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ പേജിൻ്റെ അകത്തുള്ള കണ്ടന്റ് ആ ഒരു ടെക്സ്റ്റ് മാറ്റിയിട്ട് സബ്സ്ക്രൈബ്ഡ് എന്നാകും. ഇത് പോസിബിൾ ആക്കുന്ന ഈ വേരിയബിൾസ് ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് സബ്സ്ക്രൈബ്ഡ് എന്നായി മാറുന്നത്. അപ്പം അതിൻ്റെ അകത്തുള്ള നമ്മൾ HTML ആ ഒരു എലമെന്റ് ഉപയോഗിച്ചിട്ട് ഇന്നർ HTML എന്ന് പറഞ്ഞൊരു എലമെന്റ് ഉണ്ട്, ജാവാസ്ക്രിപ്റ്റിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് അതിൻ്റെ അകത്ത് സബ്സ്ക്രൈബ്ഡ് എന്നാക്കി മാറ്റും. അപ്പോൾ അല്ലെങ്കിൽ ഒരു ആദ്യത്തെ മെസ്സേജ് വന്ന് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ആണെന്ന് വിചാരിക്കുക ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തേത് സബ്സ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞ മെസ്സേജ് ആണെന്ന് വിചാരിക്കുക. ആദ്യത്തെ മെസ്സേജ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മുമ്പ് മാസ്റ്റർ ജി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ സബ്സ്ക്രൈബ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ കൊടുത്തിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഉള്ള ഈ ഒരു മെസ്സേജ് മാറി പേജ് റൺ ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ രണ്ടാമത്തെ മെസ്സേജ് വരുന്നതായിരിക്കും. ഓക്കെ, സോ ഇതാണ് ജാവാസ്ക്രിപ്റ്റിന്റെ ഡൈനാമിക് ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഇവിടെ ഒരു സ്ക്രിപ്റ്റ് പേജ് ടാഗിലേക്ക് വരുവാണ്. സ്ക്രിപ്റ്റ് ടാഗിലേക്ക് വരുമ്പോൾ ഇവിടെ console.log എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, console.log എന്ന് പറഞ്ഞാൽ യൂസറിന് കാണാൻ പറ്റുന്ന കാര്യമല്ല, മറിച്ച് നമ്മൾ എല്ലാ വെബ് ബ്രൗസറിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് കൺസ്യൂൾ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. നമ്മൾ HTML സെക്ഷനിൽ തന്നെ ഇൻസെപ്റ്റ് എലമെന്റിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൺസ്യൂൾ എന്ന് പറഞ്ഞൊരു സെക്ഷൻ കൂടി ഉണ്ടായിരിക്കും. ഇപ്പൊ ഞാനിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് എന്ന് പറഞ്ഞൊരു ടാഗിലേക്ക് പോവാണ്. ഓക്കെ, ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കൺസ്യൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, കൺസ്യൂൾ. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സൈഡിലായിരിക്കും ഈ ഒരു കാര്യം വരുന്നത്. അത് ഓരോ ബ്രൗസർ ടു ബ്രൗസർ ഡിപ്പെൻഡ് ആണ്, നിങ്ങൾക്ക് അത് മാറ്റി വേണമെങ്കിലും വെക്കാം. ഓക്കെ, സോ ഇവിടെ കൺസ്യൂൾ എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുവാണ്. ഓക്കെ, ഇവിടെ ഞാൻ കൺസ്യൂൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ അകത്ത് നമുക്ക് സാധാരണയായിട്ടുള്ള കാര്യങ്ങൾ, ഇതിന്റെ അകത്ത് നമുക്ക് കമാൻഡുകൾ ടൈപ്പ് ചെയ്യാം. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് സാധാരണ കൺസ്യൂൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ ജാവാസ്ക്രിപ്റ്റ് കോഡ് വേണമെങ്കിൽ അതും ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കും. സാധാരണ നമ്മൾ വെബ് പേജിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ജാവാസ്ക്രിപ്റ്റ് കാര്യങ്ങളെല്ലാം റൺ ആവുന്നത് ഈ ഒരു കൺസ്യൂളിലാണ്. ഈ ഒരു കൺസ്യൂൾ റൺ ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് ആണ് നമ്മൾ ഈ വെബ് പേജിൽ കാണിക്കുന്നത്. ഓക്കെ, എല്ലാ ബ്രൗസറിലും ഇതുപോലെ തന്നെയാണ്. നമ്മൾ എന്ത് ജാവാസ്ക്രിപ്റ്റ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും അത് റൺ ആവുന്നത്, അതിന്റെ റിസൾട്ട് ആക്ച്വലി വരുന്നത് ഈ ഒരു കൺസ്യൂളിലാണ്. ഈ കൺസ്യൂളിൽ നിന്നാണ് നമുക്ക് റിസൾട്ട് എങ്ങോട്ട് വരുന്നത്, നമ്മൾ യൂസറിന് വിസിബിൾ ആയിട്ടുള്ള സ്ഥലത്തേക്ക് വരുന്നത്. ഇപ്പൊ നമ്മൾ മൊബൈൽ ബ്രൗസർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഡെസ്ക്ടോപ്പ് ബ്രൗസർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എല്ലാത്തിൻ്റെ അകത്തും കൺസ്യൂൾ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ console.log എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം വരുന്നത് ഇവിടെ ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു പേജിന്റെ അകത്ത്, അതായത് ഇവിടെ console.log മാസ്റ്റർ ജി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡ് ഞാൻ കോപ്പി ചെയ്യാൻ പോവാണ്. ഓക്കെ, കോപ്പി ചെയ്തിട്ട് ഞാനിത് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ ഈ ഒരു വിൻഡോ ലോഡ് നമുക്ക് ഇനി ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് റിമൂവ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഇങ്ങോട്ട് മാസ്റ്റർ ജി എന്ന് പറഞ്ഞ് ഇവിടെ മാസ്റ്റർ ജി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ മെസ്സേജ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ സേവ് ചെയ്ത് ഇപ്പുറത്തെ പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൺസ്യൂളിൽ ഈ മാസ്റ്റർ ജി വന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹലോ വേൾഡ് എന്ന് പറഞ്ഞാണ് മാസ്റ്റർ ജിക്കകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഹലോ വേൾഡ് ആണ്. ഓക്കെ, സോ ആ ഒരു ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ,
ഇതുപോലെ വെബ്സൈറ്റുകളെല്ലാം വന്നുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഗെറ്റ് മെസ്സേജും സെറ്റ് മെസ്സേജും കാര്യങ്ങൾ ഇത് ഫേവൈക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ കാണുന്ന ഒരു ഐക്കണാണ്. ഈ ഒരു ഐക്കൺ ഈ ഒരു പേജിന് ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ മെസ്സേജുകളൊക്കെ വരും, ഇത് നമ്മൾ കാര്യമാക്കണ്ട. അതായത് ആ പേജിന് എന്തെങ്കിലും ആബ്സെന്റ് ആണെങ്കിലോ ആ പേജിന് എന്തെങ്കിലും എറേഴ്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നേരെ കൺസോളിലേക്കാണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആയിട്ട് വരത്തില്ല, ഡെവലപ്പേഴ്സ് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ വരത്തുള്ളൂ. ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഓക്കെ, അല്ലാത്ത കാര്യങ്ങളൊക്കെ കൺസോളിലായിരിക്കും വരുന്നത്. ഓക്കെ, സോ ഇനി മുതൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഈ ഒരു കൺസോൾ ആയിരിക്കും. കൺസോളാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിന്റെ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പോകുന്നത്. കാരണം ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മാത്തമാറ്റിക്കൽ ലെവലിലുള്ള ഒരു ലാംഗ്വേജ് ആണ്. ഒബ്ജക്റ്റ്, അതുപോലെ തന്നെ നമ്മൾ നെസ്റ്റിംഗ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലെല്ലാ കാര്യങ്ങളും നമുക്ക് വിഷ്വലി ഇങ്ങനെ ഇവിടെ കൊണ്ടുവരുന്ന കാര്യങ്ങൾ നമ്മൾ ആവശ്യമില്ല. ഓക്കെ, അപ്പം ആ ഒരു കാര്യത്തിൽ നമുക്ക് കൺസോളാണ് നമ്മൾ ഇനി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത്. നമുക്ക് ബ്രൗസറിന്റെ ആവശ്യം പോലും ഇല്ലാതെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ തന്നെ ഈ ഒരു കൺസോൾ ഉണ്ട്. കാരണം വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ബ്രൗസർ ആണ്. അതിൽ തന്നെ ഈ ഒരു കൺസോൾ ഉണ്ട്. ആ കൺസോൾ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ റൺ ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി ഞാൻ ഇവിടെ നമുക്ക് ഇനി നമ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. 20 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 20 തന്നെ ഔട്ട്പുട്ട് ആയിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ 20+13 എന്ന് പറഞ്ഞ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്താണോ അതുപോലെ താഴ്ത്തിങ്ങനെ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇതൊക്കെ ഓരോ ബ്രൗസർ ടു ബ്രൗസർ ഉണ്ട്. എല്ലാ ബ്രൗസറിലും ഇതുപോലെ നമുക്ക് സാധാരണ കാര്യങ്ങൾ എഴുതാൻ പറ്റും. മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു കൺസോളിന്റെ അകത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ റിസൾട്ട് എന്താണെന്ന് ഇവിടെ വരുന്നിട്ടുണ്ട്. ഫയർഫോക്സിൽ ഇങ്ങനെ വരും. നമ്മൾ ക്രോമിലോ എഡ്ജിലോ ഒക്കെ ആണെങ്കിൽ എൻ്റർ കൊടുത്തെങ്കിൽ മാത്രമേ അതിന്റെ റിസൾട്ട് വരത്തുള്ളൂ. ഓക്കെ, ഇനി ഞാൻ കൺസോളിലുള്ള മെസ്സേജ് മാറ്റാൻ പോവുകയാണ്. ആദ്യത്തെ നമ്മൾ മെസ്സേജ് മാസ്റ്റർ ജി എന്നായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി മെസ്സേജ് എന്ന് കൊടുക്കാൻ പോകണം. ഓക്കെ, മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വരുന്നത്, പേജ് ലോഡഡ് എന്നായിരിക്കും വരുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ മെസ്സേജ് എന്ന് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് സേവ് ചെയ്യാണ്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും പേജ് ലോഡഡ് എന്ന് പറഞ്ഞത് ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ അലേർട്ട് വിൻഡോ ക്രിയേറ്റ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും വരുന്നത്. നമ്മൾ ഓരോ പ്രാവശ്യം റീഫ്രഷ് ചെയ്യുമ്പം ഈ ഒരു കൺസോളും റീഫ്രഷ് ആകും. പേജ് റീഫ്രഷ് ആകുന്ന പോലെ കൺസോളും റീഫ്രഷ് ആകും. ഇപ്പൊ ഞാനിവിടെ 36 5 നമ്പേഴ്സ് എഴുതിയിട്ട് ഇങ്ങനെ വെക്കുവാണെങ്കിൽ കൺസോളിൽ ഞാൻ ജസ്റ്റ് ഇതിന്റെ ഒരു റിസൾട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെബ് പേജ് റിഫ്രഷ് ആകുന്ന പോലെ കൺസോളും റിഫ്രഷ് ആകും. ഓക്കെ, ഈ നമ്മൾ സാധാരണ വെബ് പേജ് ഒക്കെ ഹാക്ക് ചെയ്യുന്നൊക്കെ സമയത്ത് കൺസോളാണ് സാധാരണ ഹാക്കേഴ്സ് ഒക്കെ സാധാരണ ഉപയോഗിക്കാറ്. കാരണം ഇതിന്റെ അകത്താണ് കമാൻഡുകളൊക്കെ എഴുതി കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ ആവശ്യമില്ലാത്ത കുറെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സോ കൺസോളിൽ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു സാധാരണ വെബ്സൈറ്റുകളൊക്കെ എടുത്തിട്ട് ആരെങ്കിലും എന്തെങ്കിലും ബാങ്കിന്റെ വെബ്സൈറ്റ് എടുത്തിട്ട് കൺസോളിൽ ഈ ഒരു കോഡ് പേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കോഡ് പേസ്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെബ്സൈറ്റ് എൻറ്റയർലി ഹാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ കൺസോൾ ഉപയോഗിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, സോ കൺസോൾ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഇനിയുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാനും പോകുന്നത്. എല്ലാം നമുക്ക് ഇതുപോലെ പേജിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഓക്കെ, പേജിലേക്ക് എങ്ങനെ കൊണ്ടുവരുന്നത് എന്ന് ഞാൻ പിന്നീട് കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ ജസ്റ്റ് കൺസോൾ ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, സോ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇവിടെ എക്സ്റ്റൻഷൻ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ ആണ് കോഡ് റണ്ണർ എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷൻ. ഓക്കെ, ഈ ഒരു എക്സ്റ്റൻഷന്റെ കാര്യം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു എക്സ്റ്റൻഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഇനിയുള്ള എല്ലാ കാര്യങ്ങളും റൺ ചെയ്യുന്നത്. ഒരുപാട് ലാംഗ്വേജ് ഇത് സപ്പോർട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. C++, ജാവാസ്ക്രിപ്റ്റ്, അതുപോലെ ഒരുപാട് ലാംഗ്വേജ് കോഡ് റണ്ണർ സപ്പോർട്ട് ചെയ്യും. ഈ ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു റൺ ചെയ്യാനുള്ള ഒരു ഐക്കൺ, ഒരു പ്ലേ ബട്ടൺ പോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ഐക്കണും ഇവിടെ വരുന്നതായിരിക്കും. ഓക്കെ, സോ ഈ ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഈ ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സ്ക്രിപ്റ്റ്, അതായത് ഇവിടെ നമ്മൾ ഇനി HTML പേജ് നമുക്ക് ഇനി ആവശ്യമില്ല, സ്ക്രിപ്റ്റ് ടാഗ് മാത്രം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സ്ക്രിപ്റ്റ് ടാഗ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം സ്ക്രിപ്റ്റ് ടാഗ് അല്ല script.js എന്ന് പറഞ്ഞൊരു ഫയൽ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. index.html style.css എന്ന് പറയുന്ന പോലെ തന്നെ സ്ക്രിപ്റ്റ് നമ്മൾ ഇട്ടിട്ട് JS എന്നാണ് ജാവാസ്ക്രിപ്റ്റിന് വേണ്ടി ഉപയോഗിക്കുക. ഡോട്ട് ഇട്ടിട്ട് JS എന്നാണ് ഉപയോഗിക്കേണ്ടത്. ജാവാസ്ക്രിപ്റ്റിന് വേണ്ടി കൊടുക്കേണ്ട കാര്യം JS എന്നാണ്. ഓക്കെ, അതുപോലെ ഒരു JS ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഇതിൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് വരുന്നതായിരിക്കും. ഓക്കെ, സോ ഇപ്പൊ തന്നെ ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഔട്ട്പുട്ട് ഒന്നും വരത്തില്ല. നോഡ് ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ആസ് ആൻ ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ ഓർ ഓപ്പറേറ്റബിൾ പ്രോഗ്രാം ഓർ ബാച്ച് ഫയൽ. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോഡിനെ കുറിച്ച് ഇപ്പോൾ പഠിക്കുന്നില്ലെങ്കിലും ഈ ഒരു എക്സ്റ്റൻഷൻ ആക്ച്വലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നോഡ് ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഇതിന്റെ കാര്യങ്ങളെല്ലാം റൺ ചെയ്യണമെങ്കിൽ നമുക്ക് നോഡ് ആവശ്യമുണ്ട്. നോഡ് ഇല്ലാതെ ഇത് റൺ ആവത്തില്ല. അതുകൊണ്ട് നമ്മൾ നോഡ് ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു എക്സ്റ്റൻഷൻ, അതായത് കോഡ് റണ്ണർ എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷൻ വർക്ക് ആവത്തുള്ളൂ. ഓക്കെ, സോ ഇവിടെ ഞാൻ ഇപ്പോഴും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോഡ് ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ആസ് ആൻ ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ കമാൻഡ് എന്നാണ് തന്നെയാണ് കാണിക്കുന്നത്.
ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാണ്, ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്യാൻ പോവാണ്. ഇത് നമുക്കിനി ആവശ്യമില്ല. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ സെർവേഴ്സ് റൺ ചെയ്യുന്നില്ലെങ്കിൽ നമുക്കിത് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെർവേഴ്സ് ക്ലോസ് ആവുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇനി ഞാൻ ബ്രൗസറിലേക്ക് വരുവാണ്. ബ്രൗസറിൽ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ഡൗൺലോഡ് നോഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഐക്കനായിട്ട് node.org എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് നമുക്ക് വരുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, node.org എന്ന് പറഞ്ഞ node.js.org എന്ന് പറഞ്ഞ ഈ ഒരു വെബ്സൈറ്റ് എടുക്കാം. ഇതിൽ Node.js ഡൗൺലോഡ്, അതായത് ഗൂഗിൾ ഡയറക്റ്റ് ആയിട്ട് ഡൗൺലോഡ് നോഡ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇവിടെ Node.js ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, സോ ഈ ഒരു വെബ്സൈറ്റ് വന്നതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ടായിരിക്കും നമ്മുടെ പേജ് വരുന്നത്. ഓക്കെ, ഈ പേജിൽ നമ്മൾ LTS അതുപോലെ തന്നെ കറന്റ് വേർഷൻ എന്ന് പറഞ്ഞ വേർഷൻസ് ഉണ്ട്. ഇത് LTS വേർഷൻ ആണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. കറന്റ് വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഗ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതായത് ബെറ്റർ വേർഷൻസ് ഒക്കെ ആയിരിക്കും ഇതിനകത്ത് കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, സോ LTS ആണെങ്കിൽ ഇത് സ്റ്റേബിൾ വേർഷൻസ് ആണ്. സ്റ്റേബിൾ വേർഷൻസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും, അതായത് നോട്ടീസബിൾ ആയിട്ടുള്ള അതല്ലെങ്കിൽ റിപ്പോർട്ടഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഈ ഒരു വേർഷനിൽ ഉണ്ടായിരിക്കില്ല. ഓക്കെ, സോ ഈ ഒരു വേർഷനിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ വിൻഡോസ്, മാക്, ലിനക്സ് ഇതിൽ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഇതൊന്നും നമുക്കിപ്പോൾ ആവശ്യമില്ല. ആൻഡ്രോയിഡിനൊന്നും നോഡ് ഇപ്പോൾ സപ്പോർട്ട് ഇല്ല. വിൻഡോസ്, മാക്, ലിനക്സ് ഈ 3 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നോഡ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ OS ഏത് വേർഷൻ ആണ്, അതായത് 32 ബിറ്റ് ആണ്, 64 ബിറ്റ് ആണോ, അതോ ARM വേർഷൻസ് ആണോ എന്ന് നോട്ട് ചെയ്യാം. അതിനുശേഷം ഒട്ടുമിക്ക എല്ലാ കമ്പ്യൂട്ടേഴ്സ് റൺ ചെയ്യുന്നത് 64 ബിറ്റിലായിരിക്കും. ചില കമ്പ്യൂട്ടറിൽ മാത്രം Node.js എന്ന് പറഞ്ഞാൽ ARM വേർഷനൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. 32 ബിറ്റ് ഒക്കെ ഇപ്പം അധികം ആരും തന്നെ ഉപയോഗിക്കാറില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 32 ബിറ്റ് OS ഒന്നും, എല്ലാം റൺ ചെയ്യുന്നത് 64 ബിറ്റ് OS ആയിരിക്കും. മോസ്റ്റ് പ്രോപ്പർലി ഇതിലായിരിക്കും റൺ ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ എടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഉറപ്പില്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അതായത് വിൻഡോസ് ഇൻസ്റ്റാളറിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ വിൻഡോസ് ഏത് ആർക്കിടെക്ചറിലാണോ അതിൽ ഡൗൺലോഡ് ആയിക്കോളും. ഓക്കെ, സോ ഇതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ Node.jsന്റെ ഒരു ഫയൽ നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇതുപോലെ ഒരു ഇൻസ്റ്റാളർ നമുക്ക് വരുന്നതായിരിക്കും. ഈ ഒരു ഇൻസ്റ്റാളർ നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യേണ്ടതാണ് സാധാരണ ഗെയിം ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെയാണ്. പ്രത്യേകിച്ച് ഓപ്ഷൻസ് ഒന്നും ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നോർമലായിട്ട് അതിന്റെ ഇടയിൽ കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരും. ഞാൻ ആൾറെഡി ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് കാണിക്കേണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ നോഡ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ വിൻഡോസിലാണെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക, ലിനക്സിലാണെങ്കിൽ ടെർമിനൽ എടുക്കാം. എന്നതിന് ശേഷം നമ്മളിവിടെ ജസ്റ്റ് നോഡ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക, NODE എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, നോഡ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുക്കുമ്പോൾ ഒരു കുറച്ച് സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ആദ്യത്തെ തവണ മാത്രം ടൈപ്പ് ചെയ്യുമ്പം ഇതുപോലെയായിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, നോഡ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മെസ്സേജ് ഇതുപോലെ നോഡിന്റെ കറന്റ് വേർഷൻ ഏതാണോ ആ ഒരു വേർഷൻ ആയിരിക്കും നമ്മൾ ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ ഇതുപോലെ നോഡിന്റെ വേർഷൻ നമുക്ക് ഇവിടെ കാണിക്കും. നോഡ് ഇവിടെ കാണിച്ചു കഴിഞ്ഞിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, സോ ഇങ്ങനെ നോഡിന്റെ വേർഷൻ കാണിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ക്ലോസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇനി ബ്രൗസറിന്റെയും ആവശ്യം വരില്ല, ബ്രൗസർ നമുക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ നമ്മൾ നോഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ജസ്റ്റ് ക്ലോസ് ചെയ്യാം. അതിനുശേഷം വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ആദ്യം മുതൽ നമ്മൾ ഒന്നും കൂടെ ഓപ്പൺ ചെയ്യണം. എങ്കിൽ മാത്രമേ നോഡ് നമുക്ക് പ്രോപ്പറായിട്ട് വർക്ക് ആവത്തുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഡയറക്ടറിയിലാണോ അത് സേവ് ചെയ്തിട്ടുള്ളത് അങ്ങോട്ട് പോകാം. എന്നിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വിൻഡോസ് 10 11 ഒക്കെയാണ് ഉപയോഗിക്കുന്നെങ്കിൽ ഷോ മോർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, അതിൽ ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വിൻഡോസ് 8 അതിന് താഴോട്ടുള്ളതൊക്കെ ആണെങ്കിൽ 10 അതിന്റെ താഴോട്ടുള്ളതാണെങ്കിലും ഈ ഒരു വിൻഡോ ആയിരിക്കും ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് വരിക. അതിൽ ഓപ്പൺ ഇൻ VS കോഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഓട്ടോമാറ്റിക് ആയിട്ട് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, സോ ഇതുപോലെ വിഷ്വൽ സ്റ്റുഡിയോ ആ ഒരു ഡയറക്ടറിയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ എടുത്തു വെച്ച ആ കാര്യങ്ങളെല്ലാം വരുന്നതായിരിക്കും. ഞാൻ നേരത്തെ ഇവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പം നമ്മൾ ഈ 3 വിൻഡോസ് നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതെല്ലാം വരുന്നതായിരിക്കും. ഓക്കെ, സോ ഇത് വന്നതിന് ശേഷം ആവശ്യമില്ലാത്ത ഇത് സെറ്റിംഗ്സ് നമുക്കിപ്പോൾ തൽക്കാലം ആവശ്യമില്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് HTML പേജ് ഇല്ലെങ്കിലും നമുക്ക് റൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതായത് ഈ കോഡ് റണ്ണർ എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷൻ ഞാൻ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തുണ്ടാവും, അതിന്റെ റിസൾട്ട്, അതായത് console.logന്റെ അകത്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നതായിരിക്കും. ഓക്കെ, ആദ്യത്തെ തവണ ക്ലിക്ക് ചെയ്യുമ്പം കുറച്ച് ടൈം ആകും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, കാരണം ഞാനിത് നോഡ് അൺഇൻസ്റ്റാൾ ചെയ്ത് ഒന്നും കൂടി ഇൻസ്റ്റാൾ ചെയ്തതാണ്. അപ്പം നിങ്ങളുടെ പേജ് ഏത് ഡയറക്ടറിയിലാണോ ഉപയോഗിക്കുന്നത്, സി യൂസേഴ്സ് ഇങ്ങനെ നിങ്ങളുടെ പേജ് ഏത് ഡയറക്ടറിയിലാണോ അത് കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ script.js എന്ന് പറഞ്ഞ ഫയല് നമ്മളിപ്പോൾ കറന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് script.js എന്ന് പറഞ്ഞ ഈ ഒരു ഫയലാണ്. ഫയൽ നെയിം ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും. എന്നിട്ട് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന നെയിം എന്ന് പറയുന്നത്, അതായത് മെസ്സേജ് console.logന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ടായിരിക്കും നമുക്ക് ഇനി മുതൽ വരാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിന് നമുക്ക് ഇനി ബ്രൗസറിന്റെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് ഔട്ട്പുട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, സോ ഇതാണ് console.log എന്ന് പറഞ്ഞ മെസ്സേജ്. console.log നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയുള്ള ഒട്ടുമിക്ക എല്ലാ വീഡിയോസിലും നമ്മൾ console.log എന്നാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ജാവാസ്ക്രിപ്റ്റ് പഠിക്കണമെങ്കിൽ ഈ കാര്യത്തിൽ മാത്രമല്ല, ഒരുപാട് ജാവാസ്ക്രിപ്റ്റിന്റെ കമ്പൈലറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് ഇത് നമ്മുടെ ഒരു വെബ്സൈറ്റ് ആണ്, JS Fiddle എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ആണ്. ഇതിൽ ഇതുപോലെ 3 സൈഡിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റും HTML കാര്യങ്ങളൊക്കെ എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ കോഡ് പെൻ എന്ന് പറഞ്ഞ എഡിറ്റർ ഉണ്ട്. നമുക്ക് ഇനി വിഷ്വൽ സ്റ്റുഡിയോ കോഡ് വേണമെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം. ഇത്തരത്തിലുള്ള ഇന്ററാക്റ്റീവ് എഡിറ്റേഴ്സ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കാം. ഇതിപ്പോൾ JS Fiddle എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഡ് പെൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. അങ്ങനത്തെ പല വെബ്സൈറ്റുകളും ഉണ്ട്. ഈ വെബ്സൈറ്റിൻ്റെ അകത്ത് എവിടെ പോയി നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെ HTML, CSS, JavaScript എഴുതാനായിട്ടുള്ള 3 വിൻഡോസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ളത് VS കോഡ് തന്നെയായിരിക്കും. അപ്പം നിങ്ങൾ അതിൽ തന്നെ ഉപയോഗിക്കേണ്ടതാണ്. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് വേരിയബിൾസിനെ കുറിച്ച് പഠിക്കുന്നതായിരിക്കും. നമ്മൾ ആദ്യമേ തന്നെ ജാവാസ്ക്രിപ്റ്റിൽ പഠിക്കേണ്ടത് വേരിയബിൾസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഓൾറെഡി ഒരുപാട് ലെങ്തി ആയി പോയിട്ടുണ്ട്. സോ ദാറ്റ്സ് ഫോർ ദിസ് സെക്ഷൻ. See you again in coming lectures and thank you for watching.